Hey, what's up guys? I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ MCUയിലെ ഇതുവരെയുള്ള ജേണിയാണ്. സോ നമ്മൾ അയൺമാൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി കാണാം. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അത്രയ്ക്കൊരു ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, MCUവിലേത് ഫസ്റ്റ് അവഞ്ചർ എന്ന വിശേഷണമുള്ള സ്റ്റീവ് റോജേഴ്സ് എന്ന ക്യാപ്റ്റൻ അമേരിക്ക മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ സൂപ്പർ ഹീറോയാണ്. ഒരു സൈനികന്റെ മകനായി ജനിച്ച സ്റ്റീവൻ ഗ്രാൻഡ് റോജേഴ്സിനും അച്ഛന്റെ പാത പിന്തുടരാനായിരുന്നു ആഗ്രഹം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ വീട്ടുകാർ മനസ്സില്ലാ മനസ്സോടെ യുവാക്കളെ സൈന്യത്തിൽ പറഞ്ഞയക്കുന്ന കാലത്ത് സൈന്യത്തിൽ ചേരണമെന്ന ഒറ്റ ആഗ്രഹവുമായി റിക്രൂട്ട്മെന്റ് സെന്ററുകളിൽ കയറിയിറങ്ങിയ ആളായിരുന്നു സ്റ്റീവ്. എന്നാൽ ആസ്മ, ക്ഷീണം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നവനും സ്വതവേ ദുർബലനുമായിരുന്ന സ്റ്റീവിന് സൈന്യത്തിൽ ചേരാൻ കഴിഞ്ഞിരുന്നില്ല. പേരും സ്ഥലവും എല്ലാം മാറ്റി പറഞ്ഞ് പലതവണ ശ്രമിച്ചിട്ടും അതിന് നടന്നില്ല. സ്റ്റീവിന്റെ അടുത്ത കൂട്ടുകാരനായ ജെയിംസ് ബുക്കണൻ ബാൺസ് അഥവാ ബക്കിക്ക് സൈന്യത്തിൽ ജോലി കിട്ടിയതോടെ സ്റ്റീവിന്റെ സൈന്യത്തിൽ ചേരണമെന്ന ആഗ്രഹം ഇരട്ടിയായി. തുടർന്ന് ഒരു ആർമി റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ നിന്ന് സ്റ്റീവിനെ കാണുന്ന എബ്രഹാം അർസ്കിൻ എന്ന സയന്റിസ്റ്റ് സ്റ്റീവിന് സൈന്യത്തിൽ ചേരാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും അയാൾ നല്ലവനാണെന്നും മനസ്സിലാക്കുകയും തന്റെ സൂപ്പർ സോൾജർ പ്രോഗ്രാമിന് സ്റ്റീവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഏർസ്കിന്റെ സഹായത്തോടെ സൈന്യത്തിലെത്തിയെങ്കിലും അവിടെയും പരിഹാസപാത്രമാവുന്ന സ്റ്റീവ് ഏജന്റ് കാർട്ടറുമായി അടുക്കുന്നു. തുടർന്ന് ഹോവാർഡ് സ്റ്റാർക്ക്, എർസ്കിൻ എന്നിവരുടെ പരീക്ഷണ ഫലമായി സൂപ്പർ സോൾജർ സിറം നൽകപ്പെട്ട സ്റ്റീവ് അത്യധികം ആരോഗ്യമുള്ള സൂപ്പർ ഹ്യൂമൻ ആയി മാറുന്നു. എന്നാൽ ഹൈഡ്രയുടെ ചാരനാൽ ഏർസ്കിൻ വധിക്കപ്പെട്ടതോടെ തുടർന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സ്റ്റീവിന്റെ ആഗ്രഹം അസ്തമിക്കുന്നു. എന്നാൽ US സെനറ്ററായ ബ്രാൻഡിറ്റിന്റെ നിർദ്ദേശപ്രകാരം ക്യാപ്റ്റനായി പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സ്റ്റീവ് പിന്നീട് യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ അമേരിക്ക എന്നൊരു കഥാപാത്രമായി മാറുന്നു. എന്നാൽ താനീ ചെയ്യുന്നത് രാജ്യസേവനമല്ലെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ബക്കി അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ക്യാപ്റ്റൻ ഏജന്റ് കാർട്ടറിന്റെയും സ്റ്റാർക്കിന്റെയും സഹായത്തോടെ ഒരു ഹൈഡ്ര ബേസ് ആക്രമിക്കുകയും ഒറ്റയ്ക്ക് ബക്കി അടക്കമുള്ള സൈനികരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം ഒരു ഒറിജിനൽ ക്യാപ്റ്റൻ പദവിയിലെത്തുന്ന സ്റ്റീവിന് ഹൊവാർഡ് സ്റ്റാർക്ക് വൈബ്രേനിയം എന്ന ഇൻഡസ്ട്രക്റ്റബിൾ ആൻഡ് വൈബ്രേഷൻ അബ്സോർബിംഗ് മെറ്റൽ കൊണ്ടുള്ള ഷീൽഡും അത്യാധുനിക ആയുധങ്ങളും നൽകുന്നു. തുടർന്ന് ക്യാപ്റ്റനും തന്റെ ഹൗളിംഗ് കമാൻഡോസിന്റെ സംഘവും ഒട്ടേറെ ഹൈഡ്രാബേസുകൾ പിടിച്ചടക്കുകയും എന്നാൽ റെഡ് സ്കളിന്റെ വലങ്കയായ ഡോക്ടർ സോളയെ പിടിക്കാനുള്ള മിഷനിടയിൽ ബക്കിയെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ബക്കി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ക്യാപ്റ്റൻ പൂർവാധികം ശക്തിയോടെ റെഡ് സ്കളിന്റെ പ്രധാന ബേസ് ആക്രമിക്കുകയും തുടർന്ന് ടെസറാക്റ്റും അത്യാധുനിക ബോംബുകളുമായി പോയ റെഡ് സ്കളിന്റെ വാൾക്കിരി എന്ന ഷിപ്പിൽ കയറിപ്പറ്റുകയും ചെയ്യുന്നു. ക്യാപ്റ്റന്റെ ആക്രമണത്തിൽ ടെസറാക്റ്റിന്റെ കണ്ടെയ്നർ കേടുവരികയും തുടർന്ന് ടെസറാക്റ്റ് ഉണ്ടാക്കിയ പോർട്ടലിലൂടെ റെഡ് സ്കൾ വോർമിയറിലേക്ക് ട്രാൻസ്പോർട്ട് ആവുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് ആപത്തു വരുത്താതെ പ്ലെയിൻ ഇറക്കാൻ വഴിയില്ലാത്തതിനാൽ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്ത് സ്റ്റീവ് പ്ലെയിൻ ആർട്ടിക്കിൽ ലാൻഡ് ചെയ്യിക്കുന്നു. തുടർന്ന് ഐസിലാണ്ട് പോയ ക്യാപ്റ്റനെ 70 വർഷങ്ങൾക്ക് ശേഷം 2011 ഷീൽഡ് കണ്ടുപിടിക്കുന്നു. സൂപ്പർ സോൾജർ സിറത്തിന്റെ ശക്തി കാരണം മരിക്കാതിരുന്ന റോജേഴ്സ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്നു. 2012 ലോക്കിയുടെ ആക്രമണത്തോടെ സ്റ്റീവ് വീണ്ടും ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻഡിൽ എടുത്തണിയുന്നു. തുടർന്ന് അയൺമാൻ, തോർ, ഹൾക്ക്, ബ്ലാക്ക് വിഡോ, ഹോക്കൈ എന്നിവരോടൊപ്പം ചേരുന്ന ക്യാപ്റ്റൻ ലോക്കിയെയും ചിച്വാരി ആർമിയെയും തോൽപ്പിക്കുകയും അവഞ്ചേഴ്സ് എന്ന ടീമിന്റെ ലീഡർ ആവുകയും ചെയ്യുന്നു. 2014 നിക് ഫ്യൂരി മരിച്ചതോടെ ഹൈഡ്ര ഇപ്പോഴും ഉണ്ട് എന്നറിയുന്ന ക്യാപ്റ്റൻ താൻ ചെയ്ത സാക്രിഫൈസ് വെറുതെയായി എന്നറിയുന്നു. ഒപ്പം ബക്കി ജീവനോടെ ഉണ്ടെന്നും എന്നാൽ മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ട് ഹൈഡ്രയുടെ വാടക കൊലയാളിയായ വിന്റർ സോൾജർ ആയി മാറിയിരിക്കുകയാണ് എന്നും അറിയുന്നു. തുടർന്ന് മരിച്ചു എന്ന് കരുതിയ ഫ്യൂരി തിരിച്ചു വരികയും ബ്ലാക്ക് വിഡോ, ഫാൽക്കൺ, ഏജന്റ് ഹിൽ പിന്നെ മറ്റു ചില ഷീൽഡ് അംഗങ്ങളുടെ സഹായത്തോടെ ഹൈഡ്രയുടെ പ്രൊജക്ട് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാം തടയുകയും ഹൈഡ്രയുടെയും ഷീൽഡിന്റെയും എല്ലാ രഹസ്യങ്ങളും ലോകത്തിന് വെളിവാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഹൈഡ്ര ബേസുകൾ ആക്രമിക്കുന്ന അവഞ്ചേഴ്സ് 2015
ബാരൺ സ്റ്റക്കറിന്റെ ബേസിൽ നിന്ന് ലോക്കിയുടെ സെപ്റ്റർ കണ്ടെത്തുകയും അതിലെ ടെക്നോളജി ഉപയോഗിച്ച് അൾട്രോൺ ഉണ്ടാവുകയും ചെയ്യുന്നു. വിഷന്റെ സഹായത്തോടെ അവഞ്ചേഴ്സ് അൾട്രോണെ നശിപ്പിച്ചെങ്കിലും തങ്ങളുടെ പ്രവൃത്തികൾ ലോകത്തിന് നാശകരമായി മാറുന്നു എന്ന സത്യം അവഞ്ചേഴ്സ് തിരിച്ചറിയുന്നു. ഇതിനു പകരമായി യുണൈറ്റഡ് നേഷൻസ് സൊക്കോവിയ അക്കോർഡ്സ് എന്ന കരാർ കൊണ്ടുവന്നെങ്കിലും തങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കുന്ന സ്റ്റീവ് അതിൽ പങ്കുചേരാൻ തയ്യാറാവുന്നില്ല. വിയന്നയിൽ നടന്ന സ്ഫോടനത്തിൽ ബക്കിയാണ് പ്രതി എന്ന് വാർത്ത വന്നെങ്കിലും സ്റ്റീവ് അത് വിശ്വസിക്കുന്നില്ല. തുടർന്ന് ഗവൺമെന്റിനെ എതിർത്ത് ബക്കിയെ രക്ഷപ്പെടുത്തുന്ന സ്റ്റീവും സംഘവും അയൺമാനും സംഘവുമായി ഏറ്റുമുട്ടുന്നു. ബ്ലാക്ക് വിഡോയുടെ സഹായത്തോടെ സൈബീരിയയിലെ ഹൈഡ്രാബേസിലെത്തുന്ന സ്റ്റീവും ബക്കിയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു വന്ന ടോണിയെ കണ്ടുമുട്ടുന്നു. എന്നാൽ തന്റെ മാതാപിതാക്കളെ കൊന്നത് ബക്കിയാണെന്നും സ്റ്റീവ് അത് തന്നോട് മറച്ചുവെച്ചു എന്നും തിരിച്ചറിയുന്ന ടോണി അവരെ ആക്രമിക്കുന്നു. നീണ്ട പോരാട്ടത്തിന് ശേഷം ടോണിയുടെ സൂട്ട് ഡിസേബിൾ ചെയ്യുന്ന ക്യാപ്റ്റൻ തന്റെ ഷീൽഡ് അവിടെ ഉപേക്ഷിച്ച് ബക്കിയുമായി പോകുന്നു. തുടർന്ന് റാഫ്റ്റ് എന്ന ജയിലിൽ എത്തുന്ന ക്യാപ്റ്റൻ ഫാൽക്കൺ മുതലായ ഹീറോസിനെ മോചിപ്പിക്കുകയും ബക്കിയെ ടിച്ചല്ല അഥവാ ബ്ലാക്ക് പാന്തർ വക്കാണ്ടയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം ബ്ലാക്ക് വിഡോയെ കണ്ടുമുട്ടുന്ന സ്റ്റീവും ഫാൽക്കണും ടെററിസ്റ്റുകളെ തുടച്ചു മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2018 ബ്രൂസ് ബാനറിന്റെ കോൾ ലഭിക്കുന്നതോടെ സ്റ്റീവ്, സാം, നടാഷ എന്നിവർ സ്കോട്ട്ലൻഡിലെത്തുകയും പ്രോക്സിമ മിഡ്നൈറ്റ്, കോർവസ് ഗ്ലൈവ് എന്നിവരുമായി ഏറ്റുമുട്ടി വിഷനെയും വാണ്ടയെയും അവഞ്ചേഴ്സ് മാൻഷനിലേക്കും അവിടെ നിന്ന് ബ്രൂസ് ബാനർ, റോഡി എന്നിവരോടൊപ്പം വക്കാണ്ടയിലേക്കും പോകുന്നു. ശേഷം ക്യാപ്റ്റൻ, ബ്ലാക്ക് പാന്തർ, ബക്കി, ഹൾക്ക് ബസ്റ്റർ, വാർ മെഷീൻ മുതലായ ഒട്ടേറെ ഹീറോസ് മൈൻഡ് സ്റ്റോണിന് വേണ്ടി വരുന്ന ബ്ലാക്ക് ഓർഡേഴ്സിനെയും ഔട്ട്റൈഡേഴ്സിനെയും നേരിടുന്നു. 5 സ്റ്റോണുമായി വരുന്ന താനോസിനെ നേരിടാൻ അവർ ശ്രമിക്കുന്നുവെങ്കിലും വിജയിക്കുന്നില്ല. എന്നാൽ ക്യാപ്റ്റൻ തന്റെ വെറും കൈകൊണ്ട് താനോസിനെ എതിർത്തു നിന്നുവെങ്കിലും വീണു പോകുന്നു. വിഷനെ കൊന്ന് 6 സ്റ്റോൺസും കരസ്ഥമാക്കിയ താനോസ് സ്നാപ്പ് ചെയ്യുന്നതോടെ ബക്കി, സാം മുതലായ ഒരുപാട് ഹീറോസ് ഡസ്റ്റ് ആവുന്നു. വിഷന്റെ ബോഡിക്കരികിൽ തളർന്നിരിക്കുന്ന ക്യാപ്റ്റനെയാണ് നമ്മൾ അവസാനം കാണുന്നത്. സോ ഗൈസ്, ഇത്രയുമായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അഥവാ സ്റ്റീവ് റോജേഴ്സിന്റെ MCUലെ ഇതുവരെയുള്ള ജേണി എന്ന് പറയുന്നത്. സോ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാത്ത ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ഷാരൺ കാർട്ടറാണ്. സോ എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷാരൺ കാർട്ടറിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം വളരെ കുറച്ച് സ്ക്രീൻ ടൈമൊക്കെ ഷാരൺ കാർട്ടറിന് കിട്ടിയിട്ടുള്ളൂ. മാത്രവുമല്ല, ഇനി എൻ ഗെയിമിനൊക്കെ ശേഷം ഷാരൺ കാർട്ടറിന് നമ്മൾ കാണുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. സോ അതുകൊണ്ടാണ് ഞാൻ ഷാരൺ കാർട്ടറിനെ കുറിച്ച് അധികം പറയാതിരുന്നത്. സോ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇനി എന്താണ് നമ്മുടെ മൂവിയിൽ എൻ ഗെയിമിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ക്യാപ്റ്റൻ നമുക്കറിയാം, ഇതുവരെ കണ്ട ട്രെയിലറൊക്കെ വെച്ച് നമ്മുടെ ക്യാപ്റ്റൻ ഒരു എന്താ പറയുക, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് മാറാൻ പോവുകയാണ്. നമ്മൾ ട്രെയിലറിനൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ, ഭയങ്കര ഉള്ളിലൊരു എന്താ പറയുക, ഭയങ്കര ധൈര്യം ഒക്കെ വന്നിട്ടുള്ള ഒരാളായി മാറിയിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരാളായിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ. സോ ക്യാപ്റ്റന്റെ ഒരു വലിയ റോൾ തന്നെ നമുക്ക് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഇപ്പൊ പല റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ എന്താ പറയാ MCUലെ അവസാനത്തിനെ കുറിച്ച്. അതായത് എങ്ങനെയാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക MCUവിൽ നിന്ന് പോവുക എന്നുള്ളതിനെ കുറിച്ച് പല ഫാൻസും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെ എനിക്ക് തിരവിളിയാവും. സോ ഗൈസ്, ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മളിനി തോറിൻ്റെ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, 3 അവഞ്ചേഴ്സിൻ്റെ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം ആ 3 പേരാണ് കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ ഗെയിമിൽ. ഓക്കെ, ഹൾക്കിൻ്റെ ഒക്കെ വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കണ്ടുമുട്ടാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദിസ് ഈസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്. Tickets on sale now.